അസ്സലാമു അലൈക്കും. പ്രിയ സഹോദരങ്ങളെ, കൊണ്ടോട്ടി നേർച്ച എന്ന് പറയുന്ന ഒരു കൊണ്ടോട്ടിപ്പൂരം എന്നൊക്കെ പറയും, അത് നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഇത്തരുണത്തിൽ വഹാബി പ്രസ്ഥാനം ഇതൊക്കെ സുന്നികൾ ചെയ്യുന്നതാണെന്ന് പറഞ്ഞ് സുന്നികളെ മേൽ വെച്ച് കെട്ടിയിട്ട് സുന്നികളെ ആക്ഷേപിക്കാറുണ്ട്. എന്നാൽ ഇവിടെയുള്ള എല്ലാ സുന്നി സംഘടനകളും ഇതിനെതിരാണ്. അത് നടത്തുന്നത് അവിടെയുള്ള കച്ചവടക്കാരും എന്നപോലെ തന്നെ ചില കുതിര കയറുന്ന ആൾക്കാരുമാണ്. അല്ലാതെ സുന്നികളും അതുമായിട്ടൊരു ബന്ധമില്ല. നേർച്ച നടത്തുന്നത് പോലെയല്ല അവിടെ നടക്കുന്നത്. അവിടെ പല പല തോന്നിവാസങ്ങളും, എന്തൊക്കെ തോന്നിവാസങ്ങളുണ്ടോ അതൊക്കെ അവിടെ നടക്കുക. ഇസ്ലാം ഹറാമാക്കിയ പല തരം കളികളും ചാട്ടങ്ങളും, ആണും പെണ്ണും ഇടകലർന്ന് ചാടി കുടിച്ച് മതിച്ച് രസിച്ച് നടക്കുന്ന. എന്നാൽ ഇത് ഇവിടെ മുമ്പൊരു ആവേശമായിരുന്നു, ഒരു ആഘോഷമായിരുന്നു. അത് പിന്നെ എന്തോ കാരണത്താൽ നിന്ന് പോയിരുന്നു. ഇപ്പം രണ്ടാമത് ഇത് തുടർന്നിട്ടുണ്ട്, രണ്ടാമത് പൊന്തി വന്നിട്ടുണ്ട്. അതിൻ്റെ പിന്നിലൊക്കെ പ്രവർത്തിക്കുന്നവർ ഇവിടെ സുന്നികളോ സമസ്തയോ മറ്റ് സംഘടനയോ അല്ല. മുമ്പ് പഴയ കാലത്ത് ഒരു നുസ്രത്തിൽ എഴുതിയത് ഞാൻ വായിക്കുകയാണ്. കൊടികുത്തി നേർച്ചയും സമസ്തയെന്ന്. സമസ്ത വിചാരിച്ചാൽ അതൊക്കെ നിൽക്കൂലേ എന്ന് ചോദിച്ചിട്ടൊരു ചോദ്യം വന്നിരുന്നു. അപ്പോൾ ഇവിടെ അതിനൊന്നും ആഹ്വാനം ചെയ്യുന്നില്ലല്ലോ സമസ്ത. എന്നപോലെ സുന്നി സംഘടനകൾ ആഹ്വാനം ചെയ്യുന്നതല്ല. അത് പിന്നെ അവർ വിചാരിച്ചാൽ നിൽക്കൂല. ഇപ്പം ഇതുവരെ നിന്നത് അതിൻ്റെ ആളുകൾ തന്നെ അവർ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ കാരണം നിന്നതായിരുന്നു. എന്നതുപോലെ തന്നെ കച്ചവടക്കാരാണ് അത് നടത്തിക്കൊണ്ടുവരുന്നത്. അതിൽ സുന്നിയും വഹാബിയും ഹിന്ദുക്കളും മുസ്ലിമുകളും ഒക്കെ ഉണ്ട്. ഈ പേരിന് ഈ പേരൊക്കെ ഉള്ള ആളുകളൊക്കെ ഉണ്ട്. എന്നാൽ അതുമായി സഹകരിക്കാനോ അതിന് നേതൃത്വം നൽകാനോ ഇവിടെയുള്ള ഒരു പണ്ഡിത സംഘടനയും ആഹ്വാനം ചെയ്തിട്ടില്ല. എന്നിരിക്കെ ഇനി ഇതൊക്കെ എടുത്ത് വെച്ചുകാണ്ട് റഫീഖ് സലഫിനെ പോലത്തെ ഒരു ഹുസൈൻ സലഫിനെ പോലത്തവരൊക്കെ എന്താണ് സുന്നികളെ മേൽ വെച്ച് കിട്ടും. ഓൽക്ക് തന്നെ അറിയാലോ, കൊണ്ടോട്ടിക്കൈ പൊന്നാനിക്കൈ എന്നൊക്കെ പറഞ്ഞിട്ട് അവരെന്നെ പറയലുണ്ടല്ലോ. ഈ അവിടുത്തെ തങ്ങളെ പറ്റി ഇവിടെ അരീക്കോട് ഒരു കുടുംബത്തിനെ വിവാഹം അന്വേഷിച്ചപ്പോൾ ഇവിടുന്ന് എൻ്റെ ഒരു സ്നേഹിതൻ അദ്ദേഹം ചോദിച്ചത്ര നിങ്ങൾ തങ്ങൾ കുടുംബമല്ലേ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞിരുന്നു, ഞങ്ങൾ തങ്ങളെന്ന് പറയുന്നതേ ഉള്ളൂ, താങ്കൾ എന്നുള്ള ആൾക്കുള്ള തങ്ങളാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് ആ ആളൊന്നും ജീവിച്ചിരിക്കേണ്ട അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനെ കല്യാണം അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞത്. അപ്പോൾ ഇത്രക്കും ഒരു ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ നമ്മൾ സുന്നികളെ എന്താക്കുകയാണ്, അവഹേളിക്കാൻ വേണ്ടിയിട്ട് ഇത് വഹാബികൾ മുജാഹിദ് പ്രസ്ഥാനം തുനിയരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. അത് അവരെ പാടായി അവരോട് അന്വേഷിക്കുക, ആ സ്ഥലത്ത് വന്ന് അന്വേഷിക്കുക. നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഇതിനെപ്പറ്റി അറിയുന്ന ആൾക്കാരോട് അന്വേഷിക്കുക. ഇങ്ങനെയുള്ള പല സ്ഥലത്തുള്ള അനാചാരങ്ങളെയും വിദേഹത്തിനെയും ഒക്കെ എതിർത്ത് തോൽപ്പിക്കാനാണ് സമസ്തയും